അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് അള്ളാഹുവിലേക്ക് തെറ്റ് ചെയ്ത് അറിയാതെ സാഹചര്യത്തിന് അടിമപ്പെട്ട് തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ വന്ന് പിന്നീട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു തആലക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുതന്നെയാണ് നമുക്ക് ഹദീസുകളുടെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാലും ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാലും മനസ്സിലാകുന്നത്. മഹാനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അത്തവാബീൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന അവിടുത്തെ സമൂഹത്തിന് അവിടുന്ന് പ്രത്യേകതരം ഒരു വരൾച്ച ബാധിക്കുകയാണ്. ഭക്ഷണത്തിലുള്ള അല്ലെങ്കിൽ പാനീയങ്ങൾക്ക് പ്രത്യേകം ഒരു വരൾച്ച സംഭവിക്കുന്നു. അങ്ങനെ ജനങ്ങൾ മുഴുവനും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിക്കുകയാണ്. യാ കലീമല്ലാ ഇദ്ഉ ലനാ റബ്ബക് അയ്യുസ്ഖീനൽ ഗായിസ്, ഞങ്ങൾക്ക് മഴ വേണം, അതിനു വേണ്ടി നിങ്ങൾ സൃഷ്ടാവായ റബ്ബിനോട് കലീമുല്ലാഹിയായ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരെയും കൂട്ടി ഒരു മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വെച്ച് ദുആ ചെയ്യാൻ ആരംഭിച്ചു. അവർ അന്ന് 70,000 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ അവരെ കൊണ്ടുപോയി മരുഭൂമിയിലേക്കെത്തി അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. ഇലാഹിസ്ഖിനാ ഗൈസക് വൻഷുർ അലൈനാ റഹ്മതക് വറഹംനാ ബിൽ അത്ഫാൽ തുടങ്ങിയിട്ടുള്ള ഒരു നീണ്ട ദുആ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ നടത്തുകയാണ്. ഞങ്ങൾക്ക് മഴ നീ തരണം, ഞങ്ങൾക്ക് നിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ പ്രത്യേകമായ റഹ്മത്ത് നീ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളിലെ കുട്ടികൾക്ക് അവർക്ക് മുലയൂട്ടുന്ന ഉമ്മാക്ക് മുലപ്പാൽ പറ്റിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങളിലുള്ള നാൽക്കാലി ജീവികൾക്ക് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾക്ക് ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഞങ്ങളിൽ ഒരുപാട് വയസ്സായ ആളുകളുണ്ട്, അവരെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മഴ വേണം. ആകാശത്തിൽ ഇന്ന് രൂപപ്പെട്ടിട്ടുള്ള ഈ ശക്തമായ ചൂട് ഞങ്ങൾക്ക് ഒന്ന് കുറഞ്ഞു കിട്ടണം എന്നൊക്കെ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും പറയുന്നു, ഇലാഹി ഇസ്ഖിന, ഞങ്ങൾക്ക് നല്ല മഴ നീ ഞങ്ങൾക്ക് നൽകണം. അള്ളാഹുവിൻ്റെ പ്രതികരണം വരുന്നു, കൈഫ അസ്ഖിക്കും, എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ വെള്ളം തരിക? നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷമായി, കഴിഞ്ഞ 40ഓളം വർഷമായി എന്നോട് കുറ്റം ചെയ്ത് എനിക്ക് എതിര് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ആദ്യം പുറത്താക്കൂ. നിങ്ങളുടെ ഈ 70,000-ഓളം വരുന്ന ഈ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ നിങ്ങൾ ആദ്യം പുറത്താക്കൂ, എന്നിട്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് കൽപ്പന വരുന്നു. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം അട്ടഹസിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉറക്കെ ഒച്ചത്തിൽ അവിടെ പറയുന്നുണ്ട്, അള്ളാഹുവിന് 40 വർഷത്തോളമായി അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്ന ഈ ഒരു അടിമ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അള്ളാഹു തആല മഴയെ പ്രവേശിപ്പിക്കാത്തത്, അള്ളാഹു തആല മഴ വർഷിപ്പിക്കാത്തത്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ ആ വ്യക്തി ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. ആ സമയത്ത് ഈ തെറ്റുകാരനായ വ്യക്തി ചുറ്റുപാടും നോക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ഈ 40 വർഷം തെറ്റ് ചെയ്ത ആൾ ഉണ്ടോ? ആരും പുറത്തു പോകാത്തത് കാണുമ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നു, സൃഷ്ടാവായ റബ്ബ് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ്. ഞാൻ എങ്ങനെയാണ് ഈ കൂട്ടത്തിൽ നിന്ന്, ഈ ഒരു ജനാവലിയിൽ നിന്ന് ഞാൻ പുറത്തു പോവുക? ഞാൻ പുറത്തു പോയാൽ ബനു ഇസ്രായേലിലെ എല്ലാ ആളുകൾക്കും എന്നെ മനസ്സിലാകുമല്ലോ. ഞാൻ എല്ലാ ആളുകൾക്കും ഇടയിൽ കിടന്ന് ഞാൻ വഷളാകുമല്ലോ. ഞാൻ ഇനി കൂട്ടത്തിലിരിക്കുകയാണെങ്കിലോ എൻ്റെ കാരണം കൊണ്ട് എൻ്റെ സമൂഹത്തിന് വെള്ളം തടയപ്പെടുമല്ലോ എന്നിങ്ങനെ അദ്ദേഹം വല്ലാതെ മനസ്സിൽ വേദനിക്കുകയും ശേഷം അവിടുന്ന് വല്ലാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം തൻ്റെ മുഖത്തെ വസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാത്ത ഖേദം വരുന്നുണ്ട്. ശേഷം പെട്ടെന്നതാ ഒരു അല്ലാഹു തആല ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. നീയല്ലേ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കിയതിന് ശേഷമേ നമ്മൾ മഴ വർഷിപ്പിക്കുള്ളൂ എന്ന്? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും പുറത്തു പോയിട്ടില്ലല്ലോ
എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ആരാഞ്ഞപ്പോൾ അള്ളാഹു താല പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് മഴ തരാനുള്ള കാരണം ആ വ്യക്തി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, ആ വ്യക്തി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്, ഇനി ആ തെറ്റിലേക്ക് മടങ്ങൂല എന്ന ദൃഢനിശ്ചയം അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് സന്തോഷമാവുകയും മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ വ്യക്തി ഒന്ന് കാണിച്ചു തരുമോ? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താല പറയുന്ന ആ ഒരു വാക്കും കൂടിയാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടും ഇവിടെ മനസ്സിലാക്കാനുള്ളത്. യാ മൂസ ഇന്നി ലം അഫ്ദഹ് വഹുവ യഉസീനി അഫ്ദഹു യുതഈനി. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഫളീഹത്തിലാക്കൂല, അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും ആളുകൾക്ക് മുമ്പിൽ കുറവാക്കൂല. കാരണം അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഞാൻ ആളുകളുടെ മുമ്പിൽ അയാളെ വഷളാക്കൂല, അദ്ദേഹത്തെ ഞാൻ വഷളാക്കുകയോ അദ്ദേഹം എന്നെ വഴിപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ആളുകൾക്കിടയിൽ ഒരു വ്യക്തിയെ വഷളാക്കാതിരിക്കുന്നതിൻ്റെ മഹാത്മ്യം കൂടി ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ അത്തവാബിൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം കൊണ്ടുവരുന്നുണ്ട്.